ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റിസോർട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങൾ പോകുന്ന വഴിക്ക് കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കാറിൽ AC ഒന്നും ഇടേണ്ട, നല്ല തണുത്ത കാറ്റടിക്കുമായിരുന്നു. നല്ല ശുദ്ധമായി ശ്വസിച്ചുള്ളൊരു യാത്രയായിരുന്നു. മല കത്തുവല്ല ഇല്ല കണ്ടോ, അത് അവിടെ തീയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അടിക്കാവുന്നത്ര ചളിയാൻ അടിച്ചോട്ടെ. അങ്ങനെ ഉച്ചയ്ക്ക് തിരിച്ച് റിസോർട്ടിലെത്തി ഞങ്ങൾ കുറച്ച് നേരം കിടന്നുറങ്ങി. എഴുന്നേറ്റപ്പോൾ കണ്ട വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. കോട ഇറങ്ങിയിട്ട് നമുക്ക് പരസ്പരം കാണാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലായിരുന്നു കോട. സ്വിമ്മിംഗ് പൂളൊക്കെ അപ്പോഴേക്കും അടച്ചു. പിന്നെ അങ്ങോട്ട് ഇറക്കാൻ നമുക്ക് പറ്റത്തുമില്ല, ഭയങ്കര തണുപ്പായിരുന്നു. നമ്മുടെ റൂമിൻ്റെ തൊട്ട് വാതിൽക്കൽ തന്നെയാണ് ഈ സ്വിമ്മിംഗ് പൂള്. അപ്പം നമുക്ക് വൈകുന്നേരം വീണ്ടും അതിനകത്ത് ഇറങ്ങാമെന്ന് ഓർത്തിരുന്നതാണ്. പക്ഷേ വെളിയിലേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത തണുപ്പായിരുന്നു. ഞാൻ ഇത്രയും തണുപ്പ് പ്രതീക്ഷിക്കാഞ്ഞുകൊണ്ട് സ്വെറ്ററൊന്നും കരുതിയിരുന്നുമില്ല. കണ്ടോ, ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വേറെ ഏതോ കൺട്രിയിലെത്തിയ പോലത്തെ ഒരു ഫീലായിരുന്നു എനിക്ക്. എൻ്റെ അച്ഛനല്ലേ വിളിച്ചോ, വാവേന്ന് വിളിച്ചാരാ? കൂട്ടിയിടിച്ചാ അറിയത്തില്ലല്ലോ. ശരിയാ, അതെ വിറയ്ക്കുന്നു. ഈ റൂമിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ കാണിക്കാമേ. ഇത്രയും പ്രതീക്ഷിച്ചില്ല. നല്ലപോലെ ഉറങ്ങി. ഞാനൊന്ന് ഒരു മണിക്കൂർ ശരിക്കും ഉറങ്ങി എണീറ്റ് പോയോ പണ്ട് പറയും. പുതിയ ആളുകളായി. അതെ, അറിഞ്ഞില്ല കേട്ടോ ഇത്രയും ഇതുണ്ടാവുന്നു. നമ്മൾ മൂന്നാറൊക്കെ പോയപ്പോൾ പോലെ ഇങ്ങനെ. അത് തന്നെ, പൂൾ ഈ സമയത്ത് 6 മണി കഴിയുമ്പോൾ അടയ്ക്കുമെന്ന് പറഞ്ഞതേ അത് ഇതുകൊണ്ടാണ്. അവിടെ ഒരു സ്ഥലമുള്ള പോലും അറിയത്തില്ല. പണ്ടോടെ ദൂരെ വരെ. അതെ, ഒന്നും മനസ്സിലായില്ല. ഇടയ്ക്ക് കോടമഞ്ഞിൻ്റെ ഒപ്പം ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. ചാറ്റൽ മഴ പെയ്യുമ്പോൾ കോടമഞ്ഞിച്ചിരി കുറയും. പിന്നെ നീലിമയുടെ നല്ലൊരു പാട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ പാട്ടൊക്കെ കേട്ട് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നതിന് ശേഷമാണ് ഫുഡ് കഴിക്കാൻ പോയത്.
ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. കുട്ടികൾ 3 പേരും കൂടെ നേരത്തെ ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങോട്ട് പോകുന്നായിരുന്നു. അവർ റൂമിൽ ഫുഡ് സെർവ് ചെയ്ത് തരാമെന്ന് പറഞ്ഞാണ്. പിന്നെ റൂമിൽ ഈ ഫുഡിൻ്റെ മണമൊന്നും ആക്കണ്ട, പിന്നെ വൈകുന്നേരം ഞങ്ങൾക്കൊന്ന് നടക്കുകയും ചെയ്യാമല്ലോ എന്നോർത്താണ് ഞങ്ങൾ ഇവിടെ വന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞത്. എടി നിങ്ങളിവിടെ വന്ന് കഴിക്കുമായിരുന്നോ? വരാൻ പറയും. അവിടെ അല്ല നമ്മൾ 4 മിനിറ്റില്ലേ അതിൻ്റെ ഒട്ടും പ്രതീക്ഷിക്കണ്ടേ. പിന്നെ എന്നാന്ന് വെച്ചാൽ വിത്ത് ഐസ്ക്രീം. അവർ റൂമിൽ ഫുഡ് സെർവ് ചെയ്യാമെന്ന് പറഞ്ഞാണ്. പിന്നെ ഞങ്ങളടുത്ത് ഒന്ന് നടക്കുകയും ചെയ്യാം, പിന്നെ റൂമിൽ ഈ ഫുഡിൻ്റെ ഒന്നും മണം വരുത്തണ്ടല്ലോ എന്നോർത്താണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞത്. നമ്മൾ രാവിലെ കണ്ട സുന്ദരന്മാരെ സുന്ദരികളെല്ലാം അവർ ആ സെക്യൂരിറ്റി റൂമിനപ്പുറമുള്ള കൂട്ടിലടച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഒച്ചയാണ് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത്. എന്നാന്ന് ഉറക്കൂലേ പറക്കുന്നേ. റിസോർട്ടിൻ്റെ എൻട്രൻസിൽ നിൽക്കുന്ന ഒരു ചെടിയിലെ പൂവാണിത്. നിറച്ച് പൂത്തലിഞ്ഞ് നിൽക്കുന്ന ചെടിക്ക് നല്ല പാരിജാത പൂവിൻ്റെ മണവുമാണേ. ഞാൻ കാണിച്ചു തരാമേ ചെടി. കേട്ടോ, നിറയെ പൂക്കളാണ് ഇതിനകത്ത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വിശാലമായി നടന്ന് വിഷമിക്കുക. അപ്പൊ കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ.
ചേട്ടാ കേക്കടിച്ചു ഇതേപോലെ തന്നെ സാധനങ്ങളായി ഇനി പുറത്തോട്ട് പോകരുത് മൂടെ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ഇവിടെ ഓടുക, തലപ്പത്ത് കിടന്നുറങ്ങുക, പോവുക. അതാണ് നമുക്കുള്ള രാവിലെ നേരം വരത്തില്ല. ആംബിയൻസും ശുദ്ധവായും ശ്വസിച്ച് പോവുക. ക്യാമ്പ് ഫയറും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി. അല്ല നമ്മൾ പറയാം ഇവൾക്ക് എത്ര ദിവസം കൊണ്ട് ചുമയാന്ന് പറയും. ചുമച്ചില്ല, ഇവിടെ വന്നിട്ട് ചുമച്ചോ? ഇത്ര തണുപ്പോടെ ചുമച്ചില്ല. എത്ര ദിവസം കൊണ്ട് അലർജിയാന്ന് പറഞ്ഞല്ലോ ഡോക്ടർ. ആ പൊടി അലർജി നമുക്കിവിടെ പൊടി ചെയ്തോണ്ട്. അല്ല, ആ ഡോക്ടർക്ക് കൊടുത്ത പൈസക്ക് ഇങ്ങോട്ട് പോന്നാൽ മതിയായിരുന്നു. 1 മാസമായി ഇപ്പൊ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ട്. അതൊക്കെ എത്ര കാലം ട്രീറ്റ് ചെയ്തെന്നോ. ആ +1 കാലം മൊത്തം വെച്ചു ആശുപത്രിയിലായിരുന്നു. 2 ദിവസം ലീവ് എടുത്തെങ്കിൽ ഇവിടെ നിന്ന് വെക്കേഷൻ ആയപ്പോൾ ഒരു കുഴപ്പമില്ല വെച്ചിട്ട്. ഇനി ആ സ്കൂൾ അങ്ങ് തുറക്കണം. സ്കൂളിലോട്ടൊക്കെ പോയപ്പോൾ അങ്ങനെ അവിടെ എല്ലാം കറങ്ങി നടന്നതിന് ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ റൂമിൽ വന്നിരുന്ന സംസാരമായി. വൈകുന്നേരം ഒന്ന് മയങ്ങിയോണ്ട് രാത്രിയായിട്ടും ആർക്കും ഉറക്കമൊന്നും വന്നില്ല. എന്തിനാ തണുപ്പില്ലല്ലോ ഇത് നടക്കാൻ. ഒരു ടർക്കി കൊടുക്കാം നമുക്ക്. നനഞ്ഞിറക്കിയാണെങ്കിൽ ചെരുപ്പൂരിട്ട് കാല് കുത്തിട്ട് ഇവിടെ പോരാൻ പറയണ്ടോ രാത്രി കാല് വിറക്കുന്നേ. ഷൂവെങ്കിലും എടുത്ത് നന്നായി, കാലിലെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ. അതും കേപ്പാടില്ലേ വേപ്പാടി, ചൂരൽമല, പട്ടുമല, ഇവിടെ ഒക്കെ ഞാൻ പോയി താമസിച്ചിട്ടുണ്ട് ഇവരുടെ കൂടെ. അല്ല, അന്ന് ഞാൻ അബുദാബിയിലാണ്. അത് കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പൊ എന്റെ പരിപാടി എന്ന് വെച്ചാല് വർഷം ലീവിന് വരിക, ഒരാഴ്ച വീട്ടിൽ നിൽക്കുക, അടുത്ത വണ്ടി പിടിക്കുക, വയനാട്ടിൽ പോവുക. പുള്ളിയന്ന് ആര്യ സമ്മേളനത്തിന് വയനാട്ടിലാണ്. പുള്ളി എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ആലോട്ട്. അല്ല, വയനാട്ടിലെ ആര്യ സമ്മേളനത്തിന്റെ സമ്മേളനമായിരുന്നു. മൂന്നാറ് കണ്ണന്തേവ് എന്ന് പറയുന്ന പോലെ അവിടെ ഇവര് കോഫി ബോർഡ് വികസിപ്പിക്കാനുള്ള ആൾക്കാരായിരുന്നു. എല്ലാരും ഇതുപോലെയായിരുന്നു. ഞാൻ അവിടെ പോയി പുലി പ്രസവിച്ചിറങ്ങുന്ന അവർക്ക് ഇത് കൊടുക്കും. എന്നിട്ട് കുട്ടികളുമായിട്ട് തൊഴിലാളികൾ കാണും. എന്നിട്ട് പിന്നെ അതൊന്നും അന്ന് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊന്നും ഇല്ല. പുലി ഉണ്ട്, പ്രസവിച്ച് അവിടെ കിടക്കുവാന്ന് പറഞ്ഞിട്ട് ഫോറസ്റ്റുകാരെ ഒരു തൊഴിലാളിയെ കണ്ടേ. ട്രൈബൽസ് ഉണ്ടല്ലോ, ട്രൈബല് ഒരു മനുഷ്യനാണ് കണ്ടത്. ആ റിപ്പോർട്ട് അവിടെ ഓടി വന്നു പറഞ്ഞു അവിടെ കണ്ടിക്കരുത്, ചീറും അമ്മ ഈ പ്രസവിച്ച് കിടന്ന് നമ്മൾ ആ പരിസരത്തോട്ട് പോയി ചാടി വീറും. കാരണം അവരതിന് ഇതിനു വേണ്ടിയിട്ടല്ല, മക്കളെ ഇതാക്കാൻ വേണ്ടി. അതേത് ഇതിലുണ്ടല്ലോ. എന്നിട്ട് പിന്നെ ഫോറസ്റ്റുകാർ വന്ന് പിന്നെ അപ്പോഴേക്കും പ്രിക്കോഷൻസ് ആയി നാട്ടുകാർ ഭയങ്കര ഇതായി. ഫോറസ്റ്റുകാർ വന്ന് പിടിച്ചോണ്ട് പോയി. നമുക്കിത് പരിചയമില്ലല്ലോ. അന്നത്തെ കാലത്തോടെ കരിമ്പുലി വന്നത്. കരിമ്പുലിനെ അത് മനോരമയിൽ വലിയ വാർത്ത ചെയ്താ. കരിമ്പുലിനെ എന്നിട്ട് കോളർ ID ഇത് വെച്ചിട്ട് കാട്ടിലേക്ക് മുത്തങ്ങ കാട്ടിക്കൊണ്ട് അരച്ചിട്ട് മനോരമയിലെ ഫ്രണ്ട് പേജിലുണ്ടായിരുന്നു. പേരെന്തേട്ട ഇതില് കരിമ്പുലി ഇറങ്ങി. ഞങ്ങൾ തൊട്ടടുത്ത് ഞങ്ങളൊരു ഗേറ്റിന്റെ ഉള്ളിലാണ് ഇതെല്ലാം. ഇത് സ്റ്റേഷനും ക്വാർട്ടേഴ്സ് ആയിരുന്നു. അപ്പൊ ആ ഗേറ്റിന് വെളിയിലിറങ്ങി ഞങ്ങൾ കാണും ഇതൊക്കെ ഇരുന്ന് പോകണ്ടോന്നൊക്കെ. അവര് ആടിനെ കൊടുത്തിട്ട് ആടിനെ വെച്ചിട്ടാണ് ഒരു പുലിനെ പിടിച്ച് കൂട്ടിലാക്കി. അതാണ് ബലിയാട്. ബലിയാടാണ്. ആടെന്ന് പറഞ്ഞ ജന്മം തന്നെ ബലിയാടാണ്. പണ്ടത്തെ കാലത്ത് കോഴി എന്ന് പറഞ്ഞാൽ ആർക്കും വന്നാലും കോഴി കിടക്കാൻ പാടില്ല. ആടായി ബലിയാട് എന്ന് പറയുന്ന ആടിന് ബലി കൊടുത്തിട്ടാണ് പുലിനെയൊക്കെ വെച്ചിട്ടാക്കുന്നത്. അവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയാൽ ചുരുമലയായി. ഞങ്ങളെ വെള്ളച്ചാട്ടമൊക്കെ കാണാനായിട്ട് എപ്പോഴും
വളരെ ഇറങ്ങിയല്ലേ സ്കൂളിലെ സാറിന്റെ അല്ല കരച്ചില് അല്ല അല്ല അവിടെ എന്നാന്നറിയോ അവിടെ ഭയങ്കര സഹകരണമുള്ള മനുഷ്യരാ. അത് ഇന്ന മതമൊന്നുമില്ല. ചിലപ്പോൾ മുസ്ലിം ഓറിയന്റഡ് ആണ്. അല്ല, അവിടെ പക്ഷേ ഒന്നും ഉണ്ടല്ലോ, മതമൊന്നുമില്ലെന്ന്. ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ അല്ല, നല്ല ഈ, ജീവിതത്തിലെ ഏറ്റവും അവിടെ നല്ല ഞാൻ നാളുകളും ഓർമ്മകളും ഞാൻ ഈ ആണ്. ഹോട്ടൽസിലൊക്കെ ചെന്ന് 2-3 ദിവസം നിൽക്കത്തുള്ളൂ വാങ്ങിച്ചോ. പക്ഷെ അന്നാലും ഉണ്ടല്ലോ ഞങ്ങള് പോരാൻ നേരത്തെ അവര് പറഞ്ഞു നിങ്ങൾ എന്തിനാ ഇവിടുന്ന് പോണേ, എന്തിനാ അപ്പൊ നാട്ടിലേക്ക് പോണം എന്ന് വെച്ചാൽ ഞാൻ കല്യാണം കഴിച്ചു. ഇനിയിപ്പൊ അവളുടെ കല്യാണം അവളെ ഇങ്ങോട്ടേക്ക് കല്യാണം. അപ്പൊ അതോടുകൂടി അമ്മയും അച്ഛനും അവിടെ ഒറ്റപ്പെടും എന്ന് പക്ഷെ ഞാൻ എപ്പോഴും പറയും നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് അവിടെ സത്യം പറഞ്ഞ സ്വന്തക്കാരെക്കാട്ടിലും കൂടുതൽ സ്നേഹബന്ധങ്ങൾ അവിടെ ആയിരിക്കും. അമ്മ ഇറങ്ങി നടന്നാണ്. ഒരു അങ്കിള് പറഞ്ഞു ഞാൻ ഇഷ്ടം പോലെ ആൾക്കാര്. ഇഷ്ടം പോലെ സ്ഥലം 5 സെന്റ് സ്ഥലത്ത് ചുമ്മാ നിങ്ങൾ അവിടെ വീട് വെച്ചോ, നിങ്ങൾ പോവല്ലേ, ഇവിടുന്ന് പോവണ്ട. ലീലേച്ചി അമ്മനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ലീലേച്ചി ഇവിടുന്ന് പോവണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമുക്ക് എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് എത്തുക എന്നുള്ളത് അമ്മയായിട്ട് കൽപ്പറ്റ മാർക്കറ്റിനകത്ത് കയറുമ്പോ ലീലാച്ചി ഇവിടുന്ന് ഇറച്ചി മേടി 2 സ്ഥലമുണ്ട്. അമ്മേനെ എല്ലാവർക്കും പരിചയമായിരുന്നു. അത്രയും ബന്ധങ്ങളായിരുന്നു അവിടെ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.